യേശുവിൽ പ്രിയപ്പെട്ടവരെ, ഉറയില്ലാത്ത, ഉപ്പുരസമില്ലാത്ത ഉപ്പ് ഭക്ഷണപദാർത്ഥത്തിൽ എന്തുമാത്രം ചേർത്താലും അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. വചനത്തിൽ പറയുന്നത് പോലെ അത് പുറത്തെറിഞ്ഞ് കളയുക തന്നെയാണ് മനുഷ്യൻ ചെയ്യുക. ഈ ഭൂമിയിൽ നാം ഓരോരുത്തരും ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്രദവും പ്രചോദനപ്രദവുമായി മാറണം, ദൈവത്തിന് മഹത്വമുള്ളതായി മാറണം. അങ്ങനെ ജീവിക്കണമെങ്കിൽ നമ്മളിലും ഉറയുണ്ടാകണം. ആത്മീയ നന്മകളുടെ, മനുഷ്യമൂല്യങ്ങളുടെ ഉറ. അത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഉറയില്ലാത്ത ഉപ്പ് പോലെ നമ്മളും പ്രയോജനമില്ലാത്ത മനുഷ്യരായി ഈ ഭൂമിയിൽ ജീവിക്കുകയാണ്. പലപ്പോഴും അങ്ങനെയുള്ള ജീവിതങ്ങൾ മറ്റുള്ളവർക്ക് ഉപദ്രവമായി തീരാറുമുണ്ട്. ഉപ്പിൻ്റെ ഉറ വീണ്ടും വർദ്ധിപ്പിക്കാനാവില്ല, പക്ഷേ മനുഷ്യന് നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാനാവും. അതിന് നാം ചെയ്യേണ്ടത് യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലുക എന്നാണ്. യേശുവിനെ പലസ്തീനയിലെ അന്ന് യേശു ജീവിച്ചിരുന്നപ്പോൾ യേശുവിനെ അനുഗമിച്ചവരിൽ ജനക്കൂട്ടമുണ്ടായിരുന്നു, ശിഷ്യന്മാരുണ്ടായിരുന്നു. ജനക്കൂട്ടത്തെ പോലെ ഈശോയെ അനുഗമിച്ചാൽ നമ്മളിലെ ഉറ വർദ്ധിക്കത്തില്ല. മറിച്ച് ശിഷ്യന്മാരെ പോലെ യേശു പറയുന്നത് പോലെ അനുദിനം കുരിശുമെടുത്ത്, നമ്മുടെ ജീവിത സഹനങ്ങളാകുന്ന കുരിശുമെടുത്ത് യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് നമുക്ക് ഉറ വർദ്ധിപ്പിക്കാനാവുക. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.